അപ്പോൾ ഇന്നത്തെ നമ്മുടെ അമ്മയുടെ റെസിപ്പിയാണ് ബീഫും കുള്ളി എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, കപ്പ, അതാണ് എൻ്റെ ശരിക്കുള്ളത്. അപ്പോൾ അമ്മയുടെ ആ റെസിപ്പി ഒന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇതാണ് നമ്മുടെ അമ്മ. ബീഫിനെ നുറുക്കി കഴുകി വാല വെച്ച് ഒരു ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത് എല്ലാം കൊണ്ട് വേവിച്ച് ബീഫ് വീതം വേവായി കഴിയുമ്പോൾ അതിലെ കപ്പ ഇട്ട് വേവിക്കും. കപ്പ ഇട്ടിട്ട് പിന്നെ കഴിയുമ്പോൾ നമുക്ക് സവോള, വേപ്പില, തക്കാളി ഇട്ട് താളിച്ച് അതിൽ മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി പാകത്തിന് നോക്കിയിട്ട് അതിൽ എല്ലാം കൂടി താളിച്ചെടുത്ത് അതിലേക്ക് ഈ കപ്പയും ബീഫും ചെയ്യും. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. പൊടികളൊക്കെ ഒന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി 2 സ്പൂണാണ്. മുളക് പൊടി 2 സ്പൂൺ. കാശ്മീരി മുളകാണ് നമ്മളായിട്ടിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി, മസാലപ്പൊടി ഇടുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് മമ്മിയുടെ ഏറ്റവും സ്പെഷ്യൽ കറികൾ ഏതൊക്കെയാണ്? സ്പെഷ്യൽ കറി ബീഫ് കറി, പിന്നെ പോർക്ക് കറി, അടിപൊളി അടിപൊളി. കറികൾ. കൊള്ളി കപ്പ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. മറ്റേ പുഴുങ്ങിയത് വലിയ പീസ് അത് ഞങ്ങൾ ഈ ബീഫിൽ വെന്തുടഞ്ഞ കൊള്ളി കഴിക്കാനുള്ള മോഹം കൊണ്ട് കൂടുതലിട്ടാണ്. ഓക്കെ, ആ വലുതെടുത്തു. ചെറുതീയിൽ വേവിച്ച ബീഫ് നമ്മൾ തുടങ്ങാൻ പോകണം. എന്താണ് അവസ്ഥ നോക്കാം. ഡിസ്പ്ലേ ഉണ്ടുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ അമ്മേ